നല്ല ചെമ്പാവിൻ്റെ പുട്ടുപൊടി നല്ല രീതിയിൽ നാളികേരമൊക്കെ ചിരവി ചേർത്ത് പാകത്തിന് ഉപ്പുമൊക്കെ ചേർത്തൊന്ന് കുഴച്ചെടുത്ത് നല്ല രീതിയിൽ ഒരു പുട്ട് പുഴുങ്ങി അങ്ങ് എടുക്കാം നമുക്ക്. ഇങ്ങനൊരു പുട്ട് പുഴുങ്ങിയത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അങ്ങനെ പുഴുങ്ങിയ പുട്ടിൽ നിന്നും പറക്കുന്ന ആവി നിങ്ങൾ കണ്ടില്ലേ? എന്താ ടേസ്റ്റ് എന്ന്. ഇങ്ങനെ പുഴുങ്ങിയ പുട്ട് നമുക്ക് ഒരു പപ്പടവും അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പഴവും മധുരത്തിന് അല്പം പഞ്ചസാരയും ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ കൂട്ടിക്കുഴച്ച് കഴിച്ചു നോക്കാം. ഒരു കോംബോ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയായിരിക്കും. ആ പഞ്ചസാര ചേർത്ത് കഴിക്കുമ്പോൾ ഒരു മധുരവും ആ പപ്പടത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും കൂടെ അതൊന്ന് വേറെ തന്നെയാണ്. ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയേക്കേ.